1971 ഷിംല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി എടുത്തൊരു നിലപാടുണ്ട്. അമേരിക്ക മൂന്നാം കക്ഷിയായിട്ട് ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു അന്ന് ഇന്ത്യ സ്വീകരിച്ചത്. പക്ഷെ ഇന്ന് മൂന്നാം കക്ഷിയായിട്ട് ട്രംപിനെ ഇടപെടുത്തേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്കുണ്ടായി. അത് ഇന്ത്യയെ അപേക്ഷിച്ച് അതൊരു നാണക്കേടല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയൊരു വിവാദമായി കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പിന്നെ രാവിലെ ഉണർന്നിരിക്കുകയും അവിടെ നിന്ന് തന്നെ രാവിലെ ബെഡ് കോഫി കുടിക്കുകയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ടോയ്ലറ്റിൽ പോവുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന വി.ടി. ബൽറാം എന്ന് പറയുന്ന ഒരു വിചിത്ര ജീവിയുണ്ട് കോൺഗ്രസിന്റെ. വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. 2 പ്രാവശ്യം തൃത്താലയിൽ മത്സരിച്ച് വിജയിച്ചതാണ്. നാട്ടുകാർക്ക് മടുത്തുകൊണ്ട് തോൽപ്പിച്ചു കൊടുത്തു. പിന്നെ ഒരു മാസ്ക് വെച്ച് നടക്കുന്ന ഒരാളാണ് വി.ടി. ബൽറാം. വി.ടി. ബൽറാം പറയുന്ന ഒന്നും സത്യസന്ധമായിട്ടില്ല. വി.ടി. ബൽറാമാണ് ഈ ക്യാമ്പയിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അറിയാലോ, സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്തൊക്കെ. 1971 സാഹചര്യമല്ല 2025 സാഹചര്യം ഒന്നും തിരിച്ചറിയാൻ ഉള്ള കേവല ബുദ്ധി അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്. ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം പോയി. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ വീണ്ടും ശ്രദ്ധേയമാവണം. വീണ്ടും തിരിച്ച് ഫേസ്ബുക്കിന്റെ ചുമതലയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ. KPCC ഭാരവാഹിത്വമൊന്നുമില്ല. അല്ല, അദ്ദേഹം ഒരു 4-5 ചോദ്യങ്ങൾ, കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഒരു വാലിഡിറ്റി ഇല്ലേ? എല്ലാ ചോദ്യങ്ങളും ഇൻവാലിഡ് ആണെന്ന് പറയുന്നത്. അപ്പം കാശ്മീർ എന്നത് ചോദ്യം നമ്പർ 1 ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എതിർപ്പുണ്ട്. കാശ്മീർ എന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബയലാറ്ററൽ വിഷയമാണെന്നും ഒരു മൂന്നാം കക്ഷിയെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുമായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ബാധകമായ തീരുമാനം പ്രഖ്യാപിക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ പറഞ്ഞിട്ടല്ലോ മീഡിയേറ്റർ ആയിട്ട് ഇടപെട്ടത്. ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിനകത്ത് തന്നെ പറയുന്നത് എന്താ? ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിനകത്ത് പറയുന്നത് അവർ പറഞ്ഞിടപെട്ടു എന്നോ ഞാൻ അങ്ങനെ എന്തായെന്നുള്ളതല്ല. ഡൊണാൾഡ് ട്രംപ് ഇതിൽ BJPയുടെ ഭാഗത്ത്, കേന്ദ്ര സംസ്കാരത്തിന്റെ ഭാഗത്ത് കുഴപ്പമുണ്ട്. ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് mediated by the United States, I am pleased to announce that India and Pakistan have agreed to a full and immediate ceasefire. Congratulations to both countries on using common sense and great intelligence. Thank you for your attention to this matter. എന്ന് പറയുമ്പോൾ ഇവിടെ ഈ യുദ്ധം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തതാണ്. ഈ യുദ്ധം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. 1971 സാഹചര്യം എന്തായിരുന്നു? 71 സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനെ കുറ്റം പറയുന്നുണ്ട്. മൂന്നാം കക്ഷിയായിട്ട് അങ്ങനെ ഇടപെടുത്തിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. ദ്വികക്ഷി ചർച്ചയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആളുകളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിയുന്നതിന് മുമ്പിട്ട്, അതായത് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നതിന് മുമ്പിട്ട് അറിയുന്നത് ഈ ട്രംപിന്റെ ട്വിറ്റിലൂടെയാണ്. അതിനകത്താണ് ജനങ്ങൾക്ക് രോക്ഷം വരുന്നത്. അതെ, പക്ഷെ ട്രംപിന്റെ ട്വിറ്റിലൂടെ വരുന്നു എന്ന് പറയുമ്പം ഞാൻ പറയുന്ന അതിനകത്ത് വേറെ വശമുണ്ട്. ഇന്ത്യ ആവശ്യപ്പെട്ട് ഇടപെട്ടതാവില്ല. ഒരു പക്ഷേ ഇവരുടെ സമാധാനപൂർവമായ സാഹചര്യം ഉണ്ടാവണം എന്നുള്ള താല്പര്യത്തിന്റെ പുറത്ത്. കാരണം UAE-യും സൗദിയും ഒക്കെ പിന്നെ ഡൊണാൾഡ് ട്രംപുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പം ഇവരുടെ എല്ലാം ഒരു പൊതു താല്പര്യം എന്ന രീതിയിൽ ട്രംപ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ തമ്മിലടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ആയുധം വയ്ക്കാലോ. പണ്ടത്തെ രീതിയാണെങ്കിൽ അങ്ങനെ കരുതുക, തമ്മിലടിച്ചോട്ടെ, 2 കൂട്ടർക്കും ആയുധം കൊടുക്കുമായിരുന്നു. അവരെ കച്ചവടം അതായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. മൈ ഫ്രണ്ട് മോദിയാണ് ഡൊണാൾഡ് ട്രംപിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമാധാനപൂർവമായ പോക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രംപ് വേറെ കാര്യമുണ്ട്. ട്രംപ് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള മീഡിയേഷൻസ് പലതും വഹിച്ചിട്ടുണ്ട്. ട്രംപ് ഭ്രാന്തനാണ്, അത് ശരിയാണ്, സൈക്കോ ആണ്, അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. എന്ത് ചെയ്യും എന്നുള്ളത് അറിയത്തില്ല. പിന്നെ വിവരങ്ങളും വിളിച്ചു പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾക്കകത്ത് അയാൾ നല്ല സൈലന്റ് അച്ചീവറല്ല, ഒച്ചയുണ്ടാക്കിക്കൊണ്ടുള്ള അച്ചീവറാണ്. അങ്ങനെ ഇയാള് ഈ സൗദി അറേബ്യയും ബഹ്റിനും UAE-യും ഈജിപ്തും പിന്നെ എല്ലാം കൂടി ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ 2 വർഷത്തോളം ഉപരോധം നീണ്ടു നിന്നു. അവർക്കൊന്നും കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർ പിന്നെ പുറത്തുനിന്ന് കൂടുതൽ പൈസ കൊടുത്ത സാധനങ്ങൾ മേടിക്കേണ്ടി വന്നു. ഇത് മറ്റേത് വരെ ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ ഇതുവഴിയായിരുന്നു. സൗദിയിൽ നിന്നും അതേപോലെ ജബൽ അലി പോർട്ടിൽ നിന്ന് UAE നിന്നാണ് അവർക്ക് വേണ്ട ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് അവിടെ തന്നെ പല കമ്പനികൾക്കും പുറത്തുനിന്നുള്ള സാധനം വരുത്തിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങേണ്ടി വന്നു. അങ്ങനെ വന്ന സമയത്ത് ക്രൈസിസിലേക്ക് അവർ പോകുമ്പോൾ, പ്രത്യേകിച്ചും 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ അവർ ബിഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടാണ് സോൾവ് ആക്കുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഇവരക്കിടക്ക് വിളിച്ച് പറയുന്നു വന്നാലും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നല്ല മധ്യസ്ഥന്റെ റോൾ വഹിച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണോ ഡൊണാൾഡ് ട്രംപ് ഈ രീതിയിലുള്ളൊരു? പാകിസ്ഥാനിന് വേണ്ടിയിട്ടെന്നുള്ളതിനപ്പുറത്ത് പാകിസ്ഥാനിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ ജനതയ്ക്കും കൂടി അതിന്റെ ബെനിഫിഷ്യറീസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫുൾ കോർ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 2 കൂട്ടരും സഫർ ചെയ്യണ്ടേ? നമ്മൾ ഇപ്പം തന്നെ കാശ്മീരിൽ നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നവരുടെ അവസ്ഥ നമുക്കറിയാം. അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഒരു പിന്നെ അവസ്ഥ നമുക്കറിയാം. ഇപ്പം രാജസ്ഥാനിലെ ജയ്പൂർ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്നതാണ്. നമ്മൾ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവിടെയുള്ള ഒരു അവസ്ഥയോ അതിർത്തി ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ അവസ്ഥയോ? ഇപ്പം നമ്മളെ ആളുകളെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. അവർ സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിലുള്ളവർക്ക്. ഞാൻ പറഞ്ഞ 2 കൂട്ടർ സഫർ ചെയ്യേണ്ടി വരും. ഇതിനകത്ത് വേറെ കാര്യം, സാധാരണപ്പെട്ടവരുടെ മനസ്സാണ്.
സാധാരണപ്പെട്ട ഓരോ പൗരന്റെ മനസ്സിൽ എന്താണ്, പാകിസ്ഥാൻ ഈ കാണിക്കുന്ന തീവ്രവാദം മൊത്തവും എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം, ആ ഒറ്റ വിചാരമാണ് സാധാരണപ്പെട്ടവന്റെ മനസ്സിലുള്ളത്. അതില് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്നെക്കാളും രാഹുലിനേക്കാളും വി.ടി. ബലറാമിനേക്കാളും ഒരുപക്ഷെ നരേന്ദ്രമോദിയെക്കാളും കൂടുതൽ വിവരങ്ങളുള്ള ഒരാളാണ് ഒരു ഐക്യരാഷ്ട്രസഭയിൽ ദീർഘകാലം പ്രവർത്തിച്ച ശശി തരൂർ. ശശി തരൂർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള സമീപനം എന്താ? ശശി തരൂർ പറഞ്ഞു 71 ഇന്ദിരാഗാന്ധിയുടെ നിലപാടുമായി ഇപ്പോഴത്തെ സാഹചര്യത്തെ താരതമ്യം ചെയ്യണമെന്നാ പറഞ്ഞത്. അത് രണ്ട് കോണ്ടെക്സ്റ്റ് ഉള്ളതാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സോവിയറ്റ് യൂണിയൻ പുറത്തുണ്ട്, കോൾഡ് വാറിന്റെ കാലഘട്ടമാണ്. ഇന്ത്യയെ സഹായിക്കുന്ന, ഇന്ത്യയുടെ സഖ്യകക്ഷി എന്ന് പറയുന്ന അലയൻസ് ഉള്ളത് സോവിയറ്റ് യൂണിയനാണ്. അമേരിക്ക ഇവർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. അന്നത്തെ അമേരിക്കയുമായിട്ട് ഇന്നത്തെ അമേരിക്കയെ താരതമ്യപ്പെടുത്താൻ പറ്റും. ഇന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ല. ഇന്ന് ലോകത്ത് അങ്ങനെയുള്ള ശീതസമരങ്ങളുടെ കാലഘട്ടമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 സൗഹൃദ രാഷ്ട്രങ്ങളാണ്. അമേരിക്കയും സൗഹൃദ രാഷ്ട്രമാണ്, പുട്ടിനുമായിട്ട് നല്ല സൗഹൃദമാണ്. അങ്ങനെ വരുമ്പം ഒരു കീ റോളിൽ ഇന്ത്യ നിൽക്കുന്നുണ്ട് ലോക വിഷയങ്ങൾക്കകത്ത്. ആ സമയത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ണറാണ്. അങ്ങനെ ഉണ്ടാകുന്ന യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിനേക്കാൾ കൂടുതൽ റിലേ ചെയ്യുന്ന ഇന്ത്യയാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു അസ്ഥിരത ഉണ്ടാവരുതെന്നല്ല. 2, ഡൊണാൾഡ് ട്രംപും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയുടെ വെൽവിഷേഴ്സ് ആയിപ്പോ. അപ്പൊ അവര് ചൈനയുമായിട്ടുള്ള ഈ ടാക്സേഷന്റെ പൂര് നടക്കുന്നുണ്ടല്ലോ, അത്രയും ടാക്സേഷന്റെ പൂര് നടക്കുമ്പം അവിടെ ഇന്ത്യക്ക് ഗുണടിക്കാൻ പറ്റും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യക്ക് അത്രയും ടാക്സ് ഇല്ല. എല്ലാവർക്കും ടാക്സ് കൂട്ടിയ കൂട്ടത്തിൽ ഇന്ത്യക്ക് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർക്കുള്ള അത്രയും തീരുവവർധന ഇന്ത്യക്ക് ബാധിച്ചിട്ടില്ല. അപ്പൊ മറ്റുള്ളവർക്ക് അവിടെ 10 രൂപയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന സാധനം ഇന്ത്യക്ക് അവിടെ 8 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ സാധനം അവിടെ മാർക്കറ്റിൽ പോകും. അപ്പൊ ഇന്ത്യ ഇതിന്റെ ബെനിഫിഷ്യറി ആവുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ പഠിപ്പിക്കാനുള്ള ഒരു താല്പര്യത്തിലല്ല, ഒരു അസ്ഥിരതയിലേക്ക് പോകരുത്. കാരണം യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി നമ്മൾ വിൻ ചെയ്താലും ആ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ഒരു 10-30 വർഷം അതിന്റെ കെടുതികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടുന്ന പൈസയാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചപ്പോൾ IMF-നോട് പാകിസ്ഥാൻ കടം ചോദിച്ചിരുന്നു 2500 കോടി. ആ കടം ചോദിച്ചത് IMF കൊടുക്കാൻ തയ്യാറായി എന്നത് മറ്റൊരു കാര്യമാണ്. അതേസമയം തന്നെ ഇന്ത്യ ആരോടും ഇതേവരെ കടം പോലും ചോദിച്ചിട്ടില്ല. ഇന്ത്യക്ക് അത്രയും സമ്പത്തും റിസോഴ്സസും ഉണ്ടായതുകൊണ്ടല്ലേ ഈ ഒരു സ്ഥിതി ഉള്ളത്. ഇന്ത്യക്കും വിദേശ കടം ഒരുപാടുണ്ട്. ഇന്ത്യ കടം ചോദിച്ചിട്ടില്ല. അല്ല, ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസിസ് ചോദിച്ചിട്ടില്ല. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നിനും പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാന പ്രശ്നമാണ്. ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നുള്ള ഒരു ഓവർ റീഡിങ് അപ്പുറത്ത് വരുന്നുള്ളതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചോട് കൂടിയിട്ട് കഴിഞ്ഞില്ലേ കഥ. ഇവന്മാർക്ക് പിടിച്ചിരിക്കാൻ കണ്ടുപിടിക്കാൻ വകയില്ല, അപ്പോഴാണ് യുദ്ധം ചെയ്യാൻ വരുന്നത് എന്നുള്ളതൊന്നുമില്ല. അപ്പൊ ആ ഇമേജിലേക്ക് ഇന്ത്യ പോകണ്ടെന്നില്ല. ഇന്ത്യക്കും കടമുണ്ട്. അത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ലോകബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കടങ്ങളുണ്ട്, പ്രൊജക്ടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കടങ്ങളുണ്ടാവും. എന്തായാലും കേരളം ചെയ്യുന്ന പോലെ ഒരു 4 തലമുറയ്ക്ക് ബാധ്യത ഏൽപ്പിക്കുന്ന രീതിയിലുള്ള വലിയ കടങ്ങളിലേക്ക് ആരും പോകാറില്ല എന്നില്ല. വിഷ്ണുതയായിട്ടാണ് കടം മേടിക്കാതെ ഒന്നും രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽമാരൊക്കെ ഇതേ പോസ്റ്റ് തന്നെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുമായി താരതമ്യം ചെയ്തിട്ട് ഈ വിഷയത്തെ ഇട്ടിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. സാധാരണപ്പെട്ട ജനങ്ങളാണ് ഈ വിഷയം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുത്തി എന്നൊരു കാര്യം. അഖിൽമാരൊക്കെ അത്ര വലിയ ദേശസ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിർത്തിയിലോട്ട് പോകാൻ പറ. ഇവിടെ കിടന്നിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവരിങ്ങനെ വായിട്ട് ഇങ്ങനെ ഈ സാധാരണ ഭാഷ കുടച്ചോണ്ട് നടക്കുക എന്നുള്ള പറയുന്ന പോലെ ഇങ്ങനെ നടക്കാന്നുള്ളതിന് പകരം അവിടോട്ടങ്ങ് പോകും. ഇവിടെ ഇരുന്ന് ദേശസ്നേഹത്തിൽ ഇങ്ങനെ രോമം കമ്പിയാക്കിയിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് പറയുന്നവർക്കെല്ലാം ഇപ്പൊ വി.ടി. ബലറാം തന്നെ നടത്തിയിട്ടുള്ള ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻ മേഖലയിലാണ് ഷെല്ലാക്രമണം നടത്തി നിരവധി സാധാരണ പൗരന്മാരെ കൊന്നൊടുക്കിയത്. ഇതിന് പാകിസ്ഥാന് തിരിച്ചു നൽകാൻ നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ഉത്തരവാദിത്വരഹിതമായിട്ടുള്ള വർത്തമാനമാണ് പറയുന്നത്. ഇവൻ പറഞ്ഞു കേട്ടുകഴിഞ്ഞാല് അവരുടെ ഭീകര താവളങ്ങളിലേക്കല്ല നമ്മൾ മിസൈൽ വിടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്തേണ്ടിയിരുന്നത്, അതായിരുന്നു കഥ കേൾക്കേണ്ടിയിരുന്നത്. നമ്മുടെ സിവിലിയന്മാരെ കൊന്നതിന് പകരം അവിടെ പോയിട്ട് നമ്മുടെ 26 പേരെ കൊന്നതിന് പകരം അവിടെ പോയിട്ട് 26 പുരുഷന്മാരെ അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലണമായിരുന്നാണ് അവൻ പറയുന്നത്. ഒരു പക്വത ഇല്ലാതെ വർത്താനാന്നേ. സിവിലിയന്മാരെ കൊന്നതിന് പകരം സിവിലിയന്മാരെ കൊല്ലണമെന്നല്ലേ പറഞ്ഞതിന്റെ മലയാളം, പച്ച മലയാളം അത് തന്നെയാണ്. വരികൾക്കിടയിൽ കൂടെ വായിക്കാൻ പറ്റും. അല്ലാതെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഇന്ത്യൻ ആർമി തന്നെ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ 25 തീവ്രവാദ സങ്കേതങ്ങൾ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ 9 മാത്രമേ സ്ഫോടനം ചെയ്ത് നശിപ്പിച്ചോളൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരേ സമയം അവർക്ക് 25 നശിപ്പിച്ചുകൂടായിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്നിട്ട്
ഈ യുദ്ധത്തെക്കുറിച്ച് എനിക്കോ നിനക്കോ പിന്നെ അഖിൽമാരാർക്കോ VT ബലറാമിനെ എന്ത് ചുക്കറിയും. അങ്ങനെയുണ്ട്. അഞ്ജനം എന്നാൽ എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെല്ലാം ഇവിടെ ഇരുന്നിട്ട് യുദ്ധത്തെക്കുറിച്ച് നിരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇന്റർനാഷണൽ മീഡിയാസും എല്ലാം റെഫർ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അവലോകനങ്ങൾ നടത്താം. അതിനപ്പുറത്തേക്ക് എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് ഇന്ത്യൻ ആർമിയെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പോകുന്നതാണ്. നമ്മളെന്ത് വാർ എക്സ്പേർട്സ് ആണോ? ഇവിടെയാണ് പ്രശ്നം. സോഷ്യൽ മീഡിയക്കകത്ത് ഇരുന്ന് ഓരോരുത്തർ പറയും അവിടെ പോയിട്ട് ഇങ്ങനെ അടിച്ചോടെ 24 ഇങ്ങനെ തകർത്തൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ കഴിഞ്ഞ ദിവസം മാത്യു സാമുവൽ പറഞ്ഞ പോലെ പിന്നെ F-16 ആയിരുന്നു മേടിക്കേണ്ടിയിരുന്നത്, റാഫേൽ എല്ലാം മേടിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഇതിനെക്കുറിച്ച് ഇരിക്കുന്നവർക്കൊന്നും അറിയാത്താണോ? ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നിടത്ത് ഡോക്ടറെ പോയിട്ട് പിന്നെ കമ്പ്യൂട്ടർ പോയിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് അവിടെ അല്ല കയറേണ്ടത്, എവിടെയാണ് കയറേണ്ടതെന്ന് പറഞ്ഞാൽ. അല്ല, ഇന്ത്യൻ ആർമി ഒന്നും ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. കാരണം അത്രയ്ക്ക് അവർ 9 സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഡാറ്റ അനലിറ്റിക്സ് വിങ് കൊടുത്ത ആ ഡാറ്റ അനുസരിച്ച് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്ത് നശിപ്പിച്ചത്. അതൊക്കെ ഇന്ത്യൻ ആർമിയുടെ വലിയൊരു കരുത്ത് തന്നെയാണ്. അതിനകത്ത് പറയാനൊന്നും തന്നെ ഇല്ല. അല്ല, ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അറിയാം, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ മാതിരി നാട്ടിലുള്ള മുഴുവൻ പിന്നെ യുദ്ധ വിദഗ്ധന്മാരായിട്ട് മാറി. എങ്ങനെ യുദ്ധം ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കുക. ആർക്ക് ആലോചിച്ചത് തെങ്ങ കയറാൻ അറിയാത്തോ തെങ്ങ് കയറുന്ന ആളോട് അങ്ങനെയല്ല കയറേണ്ടത് ഇങ്ങനെ കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടോ അന്നപ്പം നീ കയറി കാണിക്കുന്നു പറഞ്ഞില്ലേ പറഞ്ഞാൽ പോലെ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ സ്റ്റഡി നടത്തി അതിൽ പിന്നെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. എത്ര വർഷം നരേന്ദ്രമോദി അല്ലല്ലോ ഇത് പ്ലാൻ ചെയ്യുന്നത്. നരേന്ദ്രമോദിക്ക് അജിത് ഡോവലിന് പോലും യുദ്ധം എങ്ങനെ നടത്തണം എന്നുള്ളത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അജിത് ഡോവൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള ആളാണ്. കൃത്യമായ ഡാറ്റകൾ കാണും. അതിന്റെ എക്സ്പേർട്സ് ആണ് ഇവർക്ക് മുമ്പിൽ ഈ പ്രപ്പോസൽ വെക്കുക. ഇതിന് ഈ 14 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചടിക്കുന്നത്. ഈ തിരിച്ചടിക്കുമ്പോൾ 14 ദിവസവും അവര് നല്ല ഹോംവർക്ക് നടത്തുകയാണ്. അത് ഓരോ സ്ഥലത്തും ഈ സാധനം ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവനല്ല സജഷൻ കൊടുക്കുന്നത്. ഓപ്പറേറ്റ് ചെയ്യുന്നവന് അവരോട് ഇന്ന ഡയറക്ഷനിൽ ഇന്ന പിന്നെ എത്ര മീറ്റർ അപ്പുറത്തേക്ക് എന്നുള്ളത് പറഞ്ഞിട്ട് ഇത് ഇവിടെ സിസ്റ്റം അവൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അവനവിടെ എന്താണെന്നുള്ളത് അറിയത്തില്ല. അവനോട് പറയും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറയും എന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പം ഫ്ലൈറ്റ് പോകുമ്പോൾ പിന്നെ ഇതിനകത്ത് വെച്ച് ഡയറക്ഷൻ പ്രകാരം പൈലറ്റിന് വിടാൻ പറ്റുള്ളൂ. അല്ല, പൈലറ്റിന് വിടാൻ പറ്റും. പക്ഷേ ഈ സാധനം പോകുമ്പോൾ അതാത് സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടേ? കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇത് ഏതെങ്കിലും പോകില്ലേ? എന്ത് എങ്ങനെ ഇതൊക്കെ പറയുക? കടലിലിരുന്ന് മീൻ പിടിക്കുന്നവനോട് പിന്നെ കടലിൽ പോകുന്നവനോട് കടലിൽ മീൻ പിടിക്കാൻ വരെ പോകാത്ത നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ എന്തോ നിങ്ങൾക്ക് മത്തി മാത്രം കിട്ടിയേ, മറ്റേ കിളിമീൻ ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല, കിളിമീൻ എന്താ പിടിക്കാതെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? വേറെ കാര്യമുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ സ്വരാജ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമല്ലേ? യുദ്ധം നടക്കുന്നത് നമ്മുടെ മുറ്റത്ത് ബോംബ് വന്ന് വീഴുന്നിടം വരെ നമുക്ക് യുദ്ധം ഒരു കൗതുകമാണെന്ന് സ്വരാജ് പറഞ്ഞു വിട്ടു. അത് കൃത്യമായിട്ടുള്ള കാര്യം. അത് പിന്നെ ഈ ഒരു യുദ്ധമാനിയെ കയറുന്നുണ്ടല്ലേ, ഇത് വേറൊന്നുമല്ല. ഞങ്ങൾ ഭയങ്കര ദേശീയബോധമുള്ള ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി സംസാരിക്കുന്ന രീതിയാണ്, വേറൊന്നുമല്ല. ഈ AC റൂമിനകത്ത് ഇരുന്നിട്ട് യുദ്ധം അങ്ങനെ ചെയ്യണം, യുദ്ധം ഇപ്പം നിർത്തിയത് തെറ്റായിപ്പോയി. യുദ്ധം കുറച്ചു കാലം കൊണ്ട് നീണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ കൊടുക്കേണ്ട സാധനം കൊടുത്തു. അത് തന്നെ ശശി തരൂർ പറഞ്ഞിട്ടുള്ള അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. വേറെ കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ശശി തരൂർ പറഞ്ഞത് ഈ പിന്നെ 71-ൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് സ്വാതന്ത്ര്യം പിന്നെ ബംഗ്ലാദേശിനെ വിഭജിച്ചെടുക്കുക, അവരെ രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുത്തുക, 2 രാജ്യമായിട്ട് മാറ്റുക. അത് ഇന്ത്യയുടെ ടാർഗറ്റ് ആയിരുന്നു. അന്ന് സാം മനേക്ഷയാണ് കരസേനയുടെ മേധാവി. സാം മനേക്ഷയെ വിളിപ്പിച്ച് ഇന്ദിരാഗാന്ധി അവരുടെ PM ഓഫീസിൽ വിളിപ്പിച്ച് പിന്നെ ആ വിഷയത്തിൽ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടണം, പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സാം മനേക്ഷ പറഞ്ഞു ഇപ്പം വേനൽക്കാലമാണ്, ഈ വേനൽക്കാലത്താകുമ്പോൾ ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ഹിമാലയത്തിൽ നിന്നുള്ള ഈ മഞ്ഞ് പാളികൾ വെയിൽ കൊണ്ട് ഉരുകിയിട്ട് ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വെള്ളം വരും. കാരണം ദുഷ്കരമായ ഒരു പിന്നെ ടെറയിലാണ് അവിടുത്തേത്, ഈ ചതുപ്പ് നിലങ്ങളും ബാക്കിയുള്ളിടത്തും കൂടെ. അപ്പം കരസേനയ്ക്കുള്ള പിന്നെ മുന്നേറ്റത്തിന് തടസ്സം വരും. അത് കഴിഞ്ഞാൽ വേനൽക്കാലം കഴിഞ്ഞു കഴിഞ്ഞാലോ, അത് മാത്രമല്ല ഈ വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഹാർവസ്റ്റ് സീസണും കൂടിയാണ്. വേനൽക്കാലത്താണല്ലോ കൊയ്ത്ത് നടക്കുക, ബാക്കിയുള്ള നടക്കുക. ഹാർവസ്റ്റ് സീസണാണ്. ഹാർവസ്റ്റ് സീസണിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കർഷകരുടെ, ഉത്തരേന്ത്യയിലെ കർഷകരുടെ ഈ കാർഷികോൽപ്പന്നങ്ങൾ, ഗോതമ്പായാലും ബാക്കിയുള്ളതായാലും ഇതെല്ലാം കൊയ്തെടുക്കുകയും ഈ വിളകളെല്ലാം പിന്നെ ഈ നമ്മുടെ ഈ ഗുഡ്സ് ട്രെയിൻ വഴി, കാർഗോ ട്രെയിൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യേണ്ട സമയമാണ്. നമ്മൾ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് തടസ്സം വരും, ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഈ കർഷകരുടെ നാണ്യവിളകൾ അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഇത് കഴിയണം. അത് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നതോ മഴക്കാലമാണ്, മൺസൂണാണ് വരുന്നത്. മൺസൂണിൽ ഈ ചതുപ്പിൽ കൂടെയുള്ള മുന്നേറ്റം അസാധ്യമാണ്. അപ്പോൾ പറഞ്ഞു ടേക്ക് യുവർ ടൈം, നിങ്ങൾ പറഞ്ഞാൽ മതി,
നിങ്ങൾ പ്രപ്പോസലായിട്ട് വരാൻ പറഞ്ഞു. സാം അനേക്ഷ 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് ചെന്ന്, പിന്നെ ഇന്ദിരാഗാന്ധി സാമനേക്ഷൻ തമ്മിലുള്ള മറ്റു ചില ബന്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള ഗോസിപ്പുകളൊക്കെ ഉണ്ട്. അതെന്തോ ഇടപാട് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ PM ഓഫീസിനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള ആക്ഷേപം വരെ വന്നിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. ഇതിനകത്ത് സാമനേക്ഷ ചെന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെയാണ്, ആ പ്രയോഗത്തിനകത്താണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. നമ്മൾ കേട്ടിട്ടില്ല, ആരെങ്കിലും കേട്ടിട്ടാണോ എന്നറിയില്ല. CT I am ready എന്നാ പറഞ്ഞത്. CT എങ്ങനെ PM-നെ വിളിക്കാൻ കരസേന മേധാവിക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് അവിടെ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതൊക്കെ ഞാൻ സാന്ദർഭിക വശം സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇന്ദിരാഗാന്ധി പച്ചക്കുടി കൊടുത്തു, ഗ്രീൻ സിഗ്നൽ കൊടുത്തു, അടിച്ചു. അന്നത്തെ സാഹചര്യം ഇത്. അന്ന് നമുക്ക് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്താ? ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഏറ്റവും മനോഹരമായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ശശി തരൂര്. ശശി തരൂര് പറഞ്ഞത് ഇന്ത്യയുടേത് വ്യക്തമായ ലക്ഷ്യമായിരുന്നു. ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ പോരാട്ടത്തിന്റെ ലക്ഷ്യം. അതിനുള്ള വില അവർ നൽകിയേ മതിയാവും. ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൂട്ടിയാൽ കൂടുന്നതല്ല ഞങ്ങളടുത്ത്. ഇനി യുദ്ധത്തിന്റെ ഒരു ആവശ്യമില്ല. യുദ്ധത്തിന്റെ ആവശ്യം ഉണ്ട്. യുദ്ധം ഞാൻ പറഞ്ഞില്ല, യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യുദ്ധം കൊണ്ട് കെടുതികൾ അനുഭവിക്കേണ്ടി വരില്ലേ? നമ്മളും അനുഭവിക്കേണ്ടി വരില്ലേ? ബജറ്റ് മുഴുവൻ അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ വേറെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ടി വരും. അവര് തകരും. പക്ഷെ അവിടെയും മനുഷ്യരല്ലേ. നമ്മൾ ഈ ഒരു വംശനാശം പിന്നെ ഒരു വംശഹത്യ നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പാകിസ്ഥാനിലെ അവസാനത്തെ മനുഷ്യരെ പാകിസ്ഥാനെ പോകുമ്പോൾ തുടച്ചു നിൽക്കുക എന്നുള്ളതൊന്നും നമ്മുടെ ഒരിക്കലുമില്ല. തീവ്രവാദികളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇന്ത്യക്കുള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി തീവ്രവാദികളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും ഇങ്ങനെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അടി കിട്ടും, അത് നമുക്ക് താങ്ങാൻ കെൽപ്പില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് വിജയം എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത്, ഇന്ത്യക്ക് അത് ഗുണകരവുമാണ്. എന്തായാലും യുദ്ധം ഒരു മനുഷ്യനെയും സമ്പന്നനാക്കുന്നില്ല, ദരിദ്രനാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് രാജ്യത്തെ ആണെങ്കിലും മനുഷ്യരെ ആണെങ്കിലും. എന്തായാലും മറ്റൊരു ചർച്ചയുമായി കാണാം.